സോക്കർ പൂരം കലാശ പോരാട്ടത്തിലേക്ക് വഴിമാറുമ്പോൾ ഓരോ ടീം ആരാധകരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഫുട്ബോൾ ആവേശം തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ എത്തി നിൽക്കുന്നത് നെടുപുഴ വനിതാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ്. ഫുട്ബോൾ ആവേശം പുരുഷ കേന്ദ്രീകൃതമല്ല എന്ന് തെളിയിക്കുകയാണ് ഇവിടുത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ. ഇവരുടെ ഫുട്ബോൾ ആവേശത്തിലേക്ക് അല്പനേരം നമുക്കും പങ്കുചേരാം. എന്ത് പറയുന്നു, ഫുട്ബോൾ ആവേശമൊക്കെ എത്രത്തോളം? ഇപ്രാവശ്യം ബ്രസീൽ കപ്പടിക്കും, 100% ഉറപ്പാണ്. ഇഷ്ടപ്പെട്ട താരം ആരാ? നെയ്മർ. ടോപ്പ് സ്കോറർ ആവുമോ നെയ്മർ ഇപ്രാവശ്യം? ഉണ്ട്. സുവർണപാതകം നെയ്മർ കൊണ്ടുപോകും ഇപ്രാവശ്യം. ഏതാ ഇഷ്ടപ്പെട്ട ടീം ഏതാ? നെയ്മർ ഇപ്രാവശ്യം സുവർണപാതകം കയ്യിലെടുക്കും എന്നാണ് പറയുന്നത്. ലോകകപ്പ് ഇപ്രാവശ്യം ബ്രസീലിന്. എന്ത് പറയുന്നു? ആണോ? എത്ര നാളായി ഫുട്ബോള് ബ്രസീലിനെ ആരാധിച്ചു തുടങ്ങിയിട്ട്? ആരാധികയാണ്. ഇപ്രാവശ്യം ഇപ്പൊ മാറാൻ ഉദ്ദേശമൊന്നുമില്ല. ഈ പ്രാവശ്യം റോഡ്രിഗസ് 5 ഗോൾ അടിച്ചു, നെയ്മർ 4 നിൽക്കുകയാണ്. സുവർണപാതകം കൊണ്ടുപോകും. കളിയുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. അർജന്റീനയുടെ മെസ്സി ആണോ ഇഷ്ടപ്പെട്ടത്? മെസ്സി. പക്ഷെ അർജന്റീന കഴിഞ്ഞ കളി പ്രീ ക്വാർട്ടറെ സംബന്ധിച്ച് അവസാന നിമിഷമാണ് ഗോൾ അടിച്ച് കയറിയത്. ഈ പ്രാവശ്യം ബ്രസീൽ കപ്പടിക്കും 100%. ടോപ്പ് സ്കോറർ നെയ്മർ ആവുമെന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു ഈ പ്രാവശ്യത്തെ കളിക്കൊപ്പം പഠനം? അതെ. കോളേജിലെ കായിക അധ്യാപകൻ കൂടിയാണ്. നമുക്ക് സാറിനോടൊന്ന് ചോദിച്ചറിയാം, ഇപ്രാവശ്യം കൂടുതൽ ഗോൾ അടിക്കാൻ സാധ്യതയുള്ള താരമായിരിക്കും? മെസ്സിയാവാനാ സാധ്യത. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എത്രത്തോളം ഒരു ഫുട്ബോളിന്റെ ഒരു ആവശ്യം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം ആദ്യം തന്നെ വേൾഡ് കപ്പ് വരെയാണ് ഒരു അസൈൻമെന്റ് കൊടുത്തത്. അത് വളരെ ഭംഗിയായിട്ട് 3 ബ്രാഞ്ചും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഫുട്ബോളിൽ ആകെ ഒരു ലയനുള്ളൂ. ആ ലയൻ എന്ന് പറയുന്നത് ലയണൽ മെസ്സിയാണ്. ഈ ലയൺ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം ഈ തവണത്തെ കപ്പ് എന്തായാലും എടുക്കും. ലയൺ മെസ്സി മാത്രമല്ല, അർജന്റീനയിൽ പിന്നെ നമുക്ക് റൈറ്റ് ഫോർവേഡ് കളിക്കുന്ന ഏഞ്ചൽ, മാലാഖ പോലെ പറന്ന് കളിക്കുന്ന ഏഞ്ചലാണ്, ഏഞ്ചൽ ഡി മരിയ. ഇവർ രണ്ടുപേരെയും പ്രസൻസ് എന്ന് പറയുന്നത് അർജന്റീനയെ എളുപ്പത്തിലേക്ക് വേൾഡ് കപ്പിലേക്ക് നയിക്കുന്നതിൽ 100% ഉറപ്പാണ്. ഞാൻ 1986 മുതൽ വേൾഡ് കപ്പുകൾ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫാസ്റ്റ് പ്ലേ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഫാസ്റ്റ് പ്ലേ കളിക്കുന്ന ടീമിനെ ശ്രദ്ധപ്പെട്ട് ഇപ്പോൾ ജർമ്മനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ട ടീം ഹോളണ്ടാണ്. പക്ഷേ സ്പെയിനും അതുപോലെ ഇംഗ്ലണ്ടൊക്കെ പുറത്തുപോയി നമുക്ക് ദുഃഖം തന്നെയാണ്. എൻ്റെ ടീം റൊണാൾഡോയുടെ ടീമായിരുന്ന പോർച്ചുഗലായിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് പോർച്ചുഗൽ പുറത്തായി. പക്ഷേ എന്ന് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ടീം ഒരിക്കലും ഫൈനൽ വന്നിട്ടില്ല. ഫുട്ബോൾ കളി കാണാറുണ്ടോ? ആണുണ്ട്. ഇഷ്ട ടീം ഏതാ? അർജന്റീനയും ബ്രസീലും ഇഷ്ടമാണ്. എന്ത് പറയുന്നത്, ഇഷ്ട ടീം ഏതാ? അർജന്റീന. എല്ലാവരും അർജന്റീനക്കാരല്ലേ? അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇല്ല. മറ്റേ ബാക്കിയുള്ള ടീമിന്റെ ഒക്കെ ഒരു അർജന്റീനയോടാണ്. 86 വേൾഡ് കപ്പ് കഴിഞ്ഞ പിന്നെ ഇതുവരെ അർജന്റീന കപ്പ് കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം കിട്ടുമോ? ആണ്. ഫുട്ബോൾ കളി കാണാറുണ്ടോ? കാണാറുണ്ട്. ആണ്. ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ഇഷ്ടമുള്ള ആളാണ് അല്ലേ? ഫുട്ബോൾ കളി കാണാറുണ്ടോ? കാണാറുണ്ട്. ഈ പ്രാവശ്യം ആര് കപ്പ് നേടുമെന്നാ പറയുന്നത്? അർജന്റീന. ആ ബ്രസീൽ കപ്പടിച്ച കൊള്ളില്ലേ? എന്താ പറയുന്നില്ല, സ്പെയിനൊക്കെ പുറത്തു പോയി. ഇനിയിപ്പോ ഇഷ്ട ടീം ഇപ്പൊ ഇനി ഏതാ ഉള്ളത്? സ്പെയിനാണ്. എങ്കിലും പുറത്തായ സ്ഥിതിക്ക് ഇപ്പൊ കപ്പ് സാധ്യതയുള്ള ടീം ഏതാ? ബ്രസീൽ. അർജന്റീന. സ്പെയിൻ ഇഷ്ടമായിരുന്നു. സ്പെയിന്റെ ആദ്യ പുറത്താകലിനെ എങ്ങനെ കാണുന്നു? കളി കണ്ടില്ല. രാത്രിയാണെങ്കിൽ കളി കാണാറില്ല. ഇപ്പൊ പറ്റാറില്ല. നെയ്മറിനെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് നെയ്മറിനെ ഇഷ്ടപ്പെടും? അർജന്റീന ഫാനാണ്. നെയ്മറും മെസ്സിയും
ഇവർ തമ്മിലുള്ള ഒരു വിലയിരുത്തി കഴിഞ്ഞാൽ മാർക്ക് ആർക്ക് കൊടുക്കും? സോക്കർ പൂരത്തിലെ അവശേഷിക്കുന്ന ദിനങ്ങളത്രയും ഓരോ ഫുട്ബോൾ പ്രേമിക്കും ഉറക്കമില്ലാത്ത രാവുകളാണ് സമ്മാനിക്കുന്നത്. സോക്കർ ആവേശം തേടിയുള്ള ഞങ്ങളുടെ ഗോൾ ലൈൻ യാത്രയും ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സോക്കർ ആവേശം ഇവിടെ അവസാനിക്കുന്നില്ല. ആവേശം തേടിയുള്ള ഞങ്ങളുടെ യാത്രയും തുടരുകയാണ്. കണ്ടുമുട്ടാം മറ്റൊരിടത്ത്. ക്യാമറമാൻ അരുൺ പടവട്ടിക്കൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.